ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുംഭ ലഗ്നം. ഈ ലഗ്നത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ എന്തെല്ലാം, ഇവർക്ക് വന്നു ചേരാവുന്ന ഗുണഫലങ്ങൾ ഈ കുംഭമാസം എങ്ങനെയായിരിക്കും എന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് രാശിചക്രത്തിൽ 11ാമത്തെ രാശിയാണ്. 300 മുതൽ 330 വരെയാണ് ഇതിൻ്റെ സ്ഥാനം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, അതുപോലെ ചതയവും പൂരട്ടാതിയുടെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രത്തിലുമാണ് ഈ രാശിക്കാർ. ഇത് ഒരു സ്ഥിര രാശിയാണ്. ഓജരാശിയും പുരുഷരാശിയും പകൽ രാശിയുമാണ്. ഇവർ ഈ ലഗ്നത്തിൽ പിറന്നവർ അല്പം പിശുക്ക് കാണിക്കും. ഇവരുടെ സഹായികളായിരിക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അവിശ്വസിക്കുക, അവരോട് അസഹിഷ്ണുത കാണിക്കുക, അനാവശ്യ കാര്യത്തിലും സദാചാര വിരുദ്ധ പ്രവർത്തനത്തിലും ഇവരെ ഇടപെടുന്നതും ഇവരുടെ പ്രത്യേകതയാണ്. അനാവശ്യമായ സഞ്ചാരവും അതുവഴിയുള്ള സുഖാനുഭവങ്ങളും ഇവർക്ക് വേണ്ടത്ര ഉണ്ടാകും. സ്ത്രീകളോട് ഇവർക്ക് കടുത്ത ആരാധനയുണ്ടാകും. ഇണയുടെ കാര്യത്തിൽ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർ ആഗ്രഹിക്കും. എല്ലാ സ്ത്രീകളെയും ഭാര്യയുടെ സ്ഥാനത്ത് സങ്കല്പിക്കുന്ന ഇവർക്ക് സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയും സംരക്ഷണവും ഉണ്ടാകും. ഹിംസാശീലരാവും. മത്സ്യമാംസങ്ങൾ ചേർന്ന ഭക്ഷണത്തോട് വളരെ പ്രിയമുണ്ടായിരിക്കും. ഇവരുടെ ചിഹ്നം കുടമായതുകൊണ്ട് മിക്ക കുംഭ ലഗ്നക്കാരും തടിച്ച പ്രകൃതക്കാരായിരിക്കും. പലതരത്തിലുള്ള ദുഃഖാനുഭവങ്ങൾ ചെറുപ്പകാലം മുതൽ ഇവർ അനുഭവിക്കേണ്ടതായി വരും. ഇവർക്ക് മാതൃഗുണം അല്പം കുറഞ്ഞിരിക്കും. ദേഷ്യം വന്നാൽ എന്തും പറയും. തന്നോട് ദേഷ്യമുള്ളവരോടും തനിക്ക് ദേഷ്യമുള്ളവരോടും ദേഷ്യം ഭാവിക്കയില്ലെങ്കിലും അവരെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്നതിൽ സാമർഥ്യം കാണിക്കും. എല്ലാത്തരം സുഗന്ധദ്രവ്യങ്ങളിലും താല്പര്യമുണ്ടായിരിക്കും. ഒരു കാര്യത്തിലും ദയയും അതുപോലെ തന്നെ ലജ്ജയും ഇവർ പ്രതീക്ഷിക്കുന്നില്ല. പല സന്ദർഭങ്ങളിലെയും പലരെയും തെറ്റിദ്ധരിപ്പിക്കുവാനും തമ്മിലടിപ്പിക്കുവാനും ഈ ലഗ്നക്കാർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. കുംഭലഗ്നക്കാർക്ക് 5ാം ഭാവാധിപനായ ബുധനും 4ഉം 9ഉം ഭാവാധിപത്യവനുമായ ശുക്രനും യോഗകാരകനാണ്. ഇവർ യോഗം ചെയ്ത് 5ൽ നിന്നാലും 9ൽ നിന്നാലും ഗുണകരമാണ്. 10ാം ഭാവാധിപനായ ചൊവ്വയോട് യോഗം ചേർന്ന ശുക്രൻ നിൽക്കുന്നത് കുംഭലഗ്നക്കാർക്ക് രാജയോഗപ്രദമാണ്. ബുധനും ഗുണദോഷ ഫലങ്ങൾക്ക് സമമാണ്. ആദിത്യന് ദോഷമില്ലെന്നുള്ളതാണ് ഇവരുടെ ഗുണം. സ്ഥിരമായ രോഗങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും ശരീരത്തിൽ നീർക്കെട്ട്, വാർദ്ധക്യത്തിൽ വാദസംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഇവയൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള ബിസിനസ്സുകൾ, പ്രത്യേകിച്ചും മെഡിസിൻ രംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് ഇവർക്ക് യോഗം കാണുന്നു. കൗതുക വസ്തുക്കളുടെ കച്ചവടവും ഇവർക്ക് ലാഭകരമായിരിക്കും. ഭാഗ്യനിറം വെളുപ്പും. ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയും ബുധനാഴ്ചയുമാണ്. ഇന്ദ്രനീലം ധരിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ഈ ലഗ്നത്തിൻ്റെ 1ാം ദ്രേക്കാണം കഴുകൻ്റെ മുഖവും പുഴുക്കെട്ടും ധരിച്ച അതിൻ്റെ പുറത്ത് മാൻതോൾ ധരിച്ചും മറ്റും നടക്കുന്ന ഒരു പുരുഷൻ. എണ്ണ, നെയ്യ്, മദ്യം, വെള്ളം, ചോറ് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ആർത്തി മൂലം ഇവയൊക്കെ അന്വേഷിച്ചാൽ കിട്ടും എന്ന് ചിന്തിച്ച് ഒരു കരിമ്പടത്തിലിരിക്കുന്ന ഒരു പുരുഷൻ. ഇത് മനുഷ്യദ്രേക്കാണവും പക്ഷിദ്രേക്കാണവുമാണ്. എന്നാൽ മധ്യദ്രേക്കാണത്തിൽ ജനിച്ചവർ നിറയെ പാത്രങ്ങളുള്ള ഒരു കെട്ടും തലയിലേറ്റി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. തീ കത്തി നശിച്ച വണ്ടിയിൽ ഏതാനും ഇരുമ്പൻ കഷ്ണങ്ങളെ പെറുക്കി ശേഖരിക്കുകയും അത് ചെയ്യുന്ന വൃത്തിഹീനയായ ഒരു സ്ത്രീയാണ്. ഇത് സ്ത്രീ ദ്രേക്കാണമാണ്.
എന്നാൽ അന്ത്യദ്രേക്കാണമാവട്ടെ കറുത്ത നിറവും തലയിൽ കിരീടവും ചെവിയിൽ രോമവുമുള്ള ഒരു പുരുഷൻ. ഔഷധപരമായ തോലുകൾ, ഇലകൾ, പശകൾ, കായ്കൾ ഇവയെല്ലാം ഒരു ഇരുമ്പ് ചേർത്തുണ്ടാക്കിയ ഒരു പാത്രത്തിലാക്കി അതിനെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന ഒരു പുരുഷൻ. ഇത് മനുഷ്യദ്രേക്കാണമാണ്. ഈ ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഈ കുംഭമാസം എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. ഭാഗ്യം എപ്പോഴും ഇവരെ കടാക്ഷിക്കും. ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ വിജയം ലഭിക്കും. ഭൂമി, വീട്, വാഹനം ഇവ ലഭിക്കും. തൊഴിലിൽ അതിശയകരമായ നേട്ടങ്ങൾ വരും. ജോലിയില്ലാത്തവർക്ക് യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കും. സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ലഭിക്കും. സൽപുത്ര ജനനം ഉണ്ടാകും. ലോട്ടറിയിലൊക്കെ വിജയിക്കും. കുടുംബത്തിൽ സമാധാനമുണ്ടാവും. ബിസിനസ്സിൽ ലാഭവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാവും. വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും യോഗം കാണുന്നു. സ്ഥിരമായി വിദേശത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പുകൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് പ്രവർത്തന വിജയം ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ എപ്പോഴും ശ്രദ്ധ ആവശ്യമാണ്. കാര്യങ്ങൾക്ക് മുടക്കം വരുവാൻ സാധ്യതയുണ്ട്. ശിവരാത്രി നാളിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിക്കുന്നത്, പൂർണ്ണ ഉപവാസമെടുക്കുന്നത്, കഴിയുമെങ്കിൽ ജലധാരയോ അല്ലെങ്കിൽ പിൻവിളക്ക് തെളിക്കുന്നതെങ്കിലും ഉത്തമമാണ്. മാനസപൂജയായിട്ടെങ്കിലും 108 നമഃശിവായ ജപിച്ച് അർച്ചന ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ കുംഭഭരണി നാളിൽ ഭദ്രയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ചോറ്റാനിക്കര മകം നാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ആറ്റുകാൽ പൊങ്കാല നാളിൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്, ക്ഷേത്രദർശനം സാധിക്കുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഏകാദശി തുടങ്ങിയ ദിവസം ഏകാദശിയും വ്യാഴാഴ്ചയും വിഷ്ണു പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക. ഷഷ്ഠി നാളിൽ മുരുകനെ പ്രാർത്ഥിക്കുക. പഞ്ചമി നാളിൽ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. അഷ്ടമി നാളിൽ വരാഹി ദേവിക്ക് പൂജ ചെയ്യുക. ഇവയൊക്കെ ചെയ്യുമ്പോൾ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി ധർമ്മശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്നതോടുകൂടി വരാനിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറി ഏറ്റവും അനുയോജ്യമായ ഒരു മാസം ഇവർക്ക് ലഭ്യമാകും. സ്വസ്ഥവും സമാധാനപരമായ ഒരു കുടുംബജീവിതവും ഉണ്ടാവട്ടെ. ഈ മാസം ഏറ്റവും നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.